KTU 2019 സ്കീം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സിൻ്റെ മൊഡ്യൂൾ 5 തിയറിയാണ്. നമ്മൾ കോളം ഓൾറെഡി ക്ലാസ്സിൽ പ്രോബ്ലമൊക്കെ ചെയ്തു. അതിൻ്റെ തിയറിലേക്കാണ് നമ്മൾ ആദ്യം കിടക്കുന്നത്. വേർട്ടിക്കലി ലോഡഡ് മെമ്പറിനെയാണ് നമ്മൾ കോളം എന്ന് വിളിക്കുക. ഷോർട്ട് കോളം ഉണ്ട്, ലോങ് കോളം ഉണ്ട്. വേർട്ടിക്കലി കംപ്രസീവ് ഫോഴ്സാണ് നമുക്കതിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ബെൻഡ് ചെയ്തിട്ടാണ് ബീം കോളം ഫെയിൽ ആവുക. അതിനാണ് നമ്മൾ ബക്ലിംഗ് ലോഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ യൂളേഴ്സ് കോളം തിയറിനകത്ത് മെയിനായിട്ട് ബെൻഡിങ് സ്ട്രെസ് കൊണ്ടാണ് ഫെയിൽ ആവുന്നത്. അതുപോലെ തന്നെ ഡയറക്റ്റ് സ്ട്രെസ് വളരെ നെഗ്ലിജിബിളാണ്. ഷോർട്ട് കോളത്തിന് നമ്മളിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആദ്യം മനസ്സിലാക്കണം. കുറച്ച് അസംഷൻസും ഉണ്ട്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള കോളം ആയിരിക്കണം, ക്രോസ് സെക്ഷൻ യൂണിഫോം ആയിരിക്കണം, മെറ്റീരിയൽ പെർഫെക്റ്റ്ലി എലാസ്റ്റിക്കും ഒക്സിലോ ഒബേ ചെയ്യണം. അതുപോലെ തന്നെ ലെങ്ത്ത് ബാക്കിയുള്ള ഡയമെൻഷൻ വെച്ച് നോക്കുമ്പോൾ വലുതായിരിക്കണം. കംപ്രസീവ് സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന ഷോർട്ടനിങ് കുറവായിരിക്കണം. ബക്ലിംഗ് കൊണ്ടായിരിക്കണം മെയിനായിട്ട് ഫെയിൽ ആവുക. ഇത്രയും കാര്യങ്ങൾ അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഡെറിവേഷനിലേക്ക് പോകാൻ പോകുന്നത്. ഓൾറെഡി നമുക്കറിയാം 4 കണ്ടീഷൻസ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ബോത്ത് എൻഡ്സ് ഹിഞ്ചഡിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് പിയും ഡിഫ്ലക്ഷൻ വൈയും ആണ്. അപ്പോൾ എം ഈസ് ഈക്വൽ ടു മൈനസ് പി ഇൻറ്റു വൈ എന്നുള്ള മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ ഈക്വേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എമ്മിന് പകരം എ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അവിടെ നിന്ന് റീഅറേഞ്ച് ചെയ്ത് സീറോക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് വൈ കിട്ടാൻ വേണ്ടി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന 2 വട്ടം. ആ കിട്ടുന്ന ഇക്വേഷനിലേക്ക് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. എക്സിന് 0 വൈക്ക് 0. അപ്പോൾ എ 0 എന്ന് കിട്ടുന്നു. എഗെയിൻ എക്സ് എല്ല് വൈ 0 കൊടുക്കുമ്പോൾ അടുത്ത ഇക്വേഷൻ കിട്ടുന്നു. അങ്ങനെയാണ് നമ്മൾ പിയുടെ ഇക്വേഷനിലേക്ക് എത്തുന്നത്. 1 എൻഡ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഫ്രീയിലേക്ക് വരുമ്പോൾ എ എന്നുള്ളതാണ് ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസിലാണ് പി എന്നുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എമ്മിൻ്റെ ഇക്വേഷൻ പി ഇൻറ്റു എ മൈനസ് വൈ എന്നായിരിക്കും. അവിടെ നിന്ന് അഗെയിൻ നമ്മൾ എമ്മിന് പകരം ഡി എ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 2 വട്ടം ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വൈയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് എക്സിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. 0 എക്സിന് 0 ഡി വൈ ബൈ ഡിക്ക് 0 എന്ന് കൊടുക്കുന്നു. അവിടെ നിന്ന് ബി 0 എന്നും അതുപോലെ എക്സിന് എൽ വൈക്ക് എ കൊടുക്കുന്നു. അവിടെ നിന്നാണ് നമുക്ക് പിയുടെ ഇക്വേഷൻ കിട്ടുന്നത്. അടുത്ത് ബോത്ത് എൻഡ് ഫിക്സഡിൻ്റെ കേസ് വരുമ്പോൾ എമ്മിൻ്റെ ഇക്വേഷൻ മൈനസ് പി ബൈ വൈ തന്നെ. അവിടെ ഒരു ഫിക്സഡ് മൊമെൻ്റ് ഉണ്ട് M0. അപ്പോൾ M0 നമ്മൾ എം മൈനസ് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുന്നത്. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. വൈയുടെ ഇക്വേഷൻ അഗൈൻ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. x0 y0 കൊടുക്കുമ്പോൾ എയുടെ വാല്യൂ കിട്ടും. x0 ഡി വൈ ബൈ ഡി എക്സ് 0 കൊടുക്കുമ്പോൾ ബിയുടെ വാല്യൂ, അതുപോലെ തന്നെ എക്സ് എല്ലും y0 കൊടുക്കുക. അങ്ങനെ നമുക്ക് ഫൈനൽ പിയുടെ ഇക്വേഷൻ കിട്ടും. 1 എൻഡ് ഫിക്സർ അതർ എൻഡ് ഫ്രീയിൽ നമുക്കൊരു ഫിക്സർ മൊമെൻ്റ് ഉണ്ട് എം എ. അതിൽ നമ്മൾ എം മൈനസ് ചെയ്യണം. അഗെയിൻ വൈ കണ്ടുപിടിക്കുന്നു, ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ പിയുടെ വാല്യൂലേക്ക് എത്തുന്നു. നമ്മൾ പിയുടെ ഇക്വേഷൻ എഴുതുമ്പോൾ അവിടെ എൽ ഇ ബൈ കെ എന്നൊരു ടേം വന്നിട്ട് ഈ ടേമിനെ വിളിക്കുന്ന പേരാണ് സ്ലണ്ടർനെസ് റേഷ്യോ. യൂളേഴ്സ് കോളത്തിൻ്റെ ഇക്വേഷനിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് എല്ലാ കോളത്തെയും യൂളേഴ്സ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തേക്കണത്. മൈൽഡ് സ്റ്റീലിൻ്റെ ക്രഷിങ് സ്ട്രെസ്സും യങ്സ് മോഡുലസും നമ്മൾ എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എൽ ഇ ബൈ കെയുടെ വാല്യൂ 78.5 എന്ന് കിട്ടുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതിൻ്റെ വാല്യൂ 78.5 താഴെ വന്നാൽ നമുക്ക് മൈൽഡ് സ്റ്റീലിന് ആ ഇക്വേഷൻ വാലിഡ് അല്ല എന്നുള്ളത്. അങ്ങനെയാണ് നമ്മളത് ലിമിറ്റേഷൻ പ്രൂവ് ചെയ്തേക്കുന്നത്. നമുക്ക് റാങ്കൈൻസ് ഫോർമുലയിലേക്ക് ഈ ലിമിറ്റേഷൻ ഓവർകം ചെയ്തിട്ടാണ് നമ്മൾ റാങ്കൈൻസ് ഫോർമുല കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റാങ്കൈൻസ് ലോഡ് എന്ന് പറയുന്നത് ക്രഷിംഗ് ലോഡ് 1 ക്രഷിംഗ് ലോഡ് പ്ലസ് 1 ക്രിപ്ലിംഗ് ലോഡ് യൂളേഴ്സിൻ്റെ ഇത് രണ്ടും ആഡ് ചെയ്യുന്നതാണ് റാങ്കൈൻസ് ഫോർമുല. പിയുടെ വാല്യൂ ഷോർട്ട് കോളത്തിന് ഭയങ്കര സ്മോൾ ആയിരിക്കും, ലോങ് കോളത്തിന് പിയുടെ വാല്യൂ ചെറുതും 1 പിയുടെ വാല്യൂ വലുതുമായിരിക്കും. ഇത് നമ്മൾ നേരെ മോഡൽ ഇക്വേഷനിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമുക്ക് റാങ്കൈൻസ് ഫോർമുല കിട്ടുന്നത്. ഐ ബൈ വൈയുടെ റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്ഷൻ മോഡുലസ്. അത് ഓൾറെഡി നമ്മൾ മൊഡ്യൂൾ 4 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊരു ക്രോസ് സെക്ഷൻ ഏരിയയുടെ ഏറ്റവും ഇന്നർ കോർ പോർഷൻ എടുക്കുക. അങ്ങനെ ഒരു പെർട്ടിക്കുലർ റീജിയണിൽ നമ്മൾ എത്ര കംപ്രസീവ് സ്ട്രെസ് കൊടുത്താലും അതിവിടെ കംപ്രസീവ് ലോഡ് കൊടുത്താലും സ്ട്രെസ്സൊന്നും ടെൻസൈൽ സ്ട്രെസ്സൊന്നും ഉണ്ടാവില്ല. അതിനാണ് നമ്മൾ കേൺ ഓഫ് എ സെക്ഷൻ എന്ന് വിളിക്കുന്നത്. കോളത്തിന് നമ്മൾ ലോങ്ങും ഷോർട്ടും ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫിക്കേഷൻ അതിൻ്റെ ഈക്വലൻ ലെങ്ത്തിൻ്റെയും അതുപോലെ തന്നെ സ്മോളസ്റ്റ് ഡയമെൻഷൻ, അതായത് ബ്രെഡ്ത്താണോ വിഡ്ത്താണോ ചെറുത്, അതിൻ്റെ റേഷ്യോ അത് 12 താഴെയാണെങ്കിലാണ് നമ്മളതിനെ ഷോർട്ട് കോളം, അതിന് മുകളിൽ വന്ന ലോങ് കോളം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. യങ്സ് മോഡുലസിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ
ഈ ടേമിനെ കമ്പൈൻഡായിട്ട് വിളിക്കുന്ന പേരാണ് ഫ്ലെക്സുറൽ റിജിഡിറ്റി. അടുത്തതായിട്ട് നമ്മൾ തിയറീസ് ഓഫ് ഫെയിലിയർ ആണ് പഠിക്കാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ ഡക്റ്റൈൽ മെറ്റീരിയലും ബ്രിട്ടിൽ മെറ്റീരിയലും ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതുണ്ടാകുന്ന ഫെയിലിയറിൻ്റെ രീതിക്ക് വ്യത്യാസമുണ്ട്. ബ്രിട്ടിൽ മെറ്റീരിയലിൽ മോളിക്യൂൾസ് സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡക്റ്റൈൽ മെറ്റീരിയൽസിൽ ഇത് തമ്മിൽ ചെറിയൊരു കൺസിഡറബിൾ ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ സ്ലിപ്പ് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. ഇതനുസരിച്ച് നമുക്ക് പലതരം തിയറീസ് ഓഫ് ഫെയിലിയർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് ഓരോന്നാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി. ഒരു കോംപ്ലക്സ് സ്ട്രെസ് സിസ്റ്റത്തിൽ മെറ്റീരിയൽ ഫെയിൽ ആകുമ്പോൾ അത് അച്ചീവ് ചെയ്യുന്ന മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് നമുക്കൊരു സിമ്പിളായിട്ടുള്ള കംപ്രഷനിൽ പ്രിൻസിപ്പൽ സ്ട്രെസ്സിന് ഈക്വൽ ആവുക. ഇതിനെയാണ് നമ്മൾ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെസ് തിയറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റാങ്കേഴ്സ് തിയറി എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്ലക്സ് സിസ്റ്റത്തിൽ മെറ്റീരിയൽ ഫെയിലാവുന്ന മാക്സിമം ഷിയർ സ്ട്രെസ് ഒരു സിമ്പിൾ ടെൻഷനിലെ മാക്സിമം ഷിയറായിട്ട് ഈക്വൽ ആവുക. ഇതിനാണ് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറി എന്ന് പറയുന്നത്. മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ എനർജി പറയുന്നത് ഒരു കോംപ്ലക്സ് സ്ട്രെസ് സിസ്റ്റത്തിലെ മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ടെൻഷനിലെ എലാസ്റ്റിക് ലിമിറ്റിനേക്കാളും കുറവായിരിക്കണം. അത് ഫെയിലിയർ ഉണ്ടാകുന്നില്ല എന്ന കാര്യം കൂടി നമ്മളിവിടെ പറയണം. മാക്സിമം സ്ട്രെയിൻ എനർജിയിൽ ഫെയിലിയർ ഉണ്ടാകുന്ന സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം ഒരു സിമ്പിൾ ടെൻഷനിലെ സ്ട്രെയിൻ എനർജിക്ക് ഈക്വൽ ആവുക. അതിനാണ് മാക്സിമം സ്ട്രെയിൻ എനർജി തിയറി എന്ന് നമ്മൾ പറയുന്നത്. ഇതുപോലെ തന്നെ മാക്സിമം ഷിയർ സ്ട്രെയിൻ എനർജി തിയറി പറയുന്നത് ഫെയിലിയർ ഉണ്ടാവുന്ന മാക്സിമം ഷിയർ സ്ട്രെയിൻ എനർജി സിമ്പിൾ ടെൻഷനിലെ വാല്യൂവിന് ഈക്വൽ ആവുക എന്നുള്ളതാണ്. ഈ തിയറീസ് ചോദിക്കാറുണ്ട്, 10 മാർക്സിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾ മാക്സിമം ഷിയർ സ്ട്രെയിൻ എനർജി തിയറിയുടെ ഒരു ഡെറിവേഷനാണ് നോക്കണം. അപ്പോൾ ടോട്ടൽ സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് വോളുമെട്രിക് സ്ട്രെയിൻ എനർജി പ്ലസ് ഷിയർ സ്ട്രെയിൻ എനർജി ആണെന്ന് പറയാൻ പറ്റും. ടോട്ടൽ സ്ട്രെയിൻ എനർജിയുടെയും വോളുമെട്രിക് സ്ട്രെയിൻ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ടോട്ടൽ സ്ട്രെയിൻ എനർജിയാണെന്ന് ഇക്വേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് സിഗ്മ 1 സിഗ്മയും സിഗ്മ 2 0യും സിഗ്മ 3 0യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ബെൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ബീമിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ബെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ബെൻഡിങ് ഓഫ് ബീം എന്ന് പറയുന്നത്. ബക്ലിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്സിസിന് കുറച്ച് ഷിഫ്റ്റ് ചെയ്തിട്ട് ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ബെൻഡ് ചെയ്തിട്ട് ഫെയിൽ ആവുക. അതിനാണ് നമ്മൾ ബെൻഡിങ് ആൻഡ് ബക്ലിംഗ് കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മാക്സിമം പ്രിൻസിപ്പൽ സ്ട്രെയിൻ എനർജി ആൻഡ് മാക്സിമം നോർമൽ സ്ട്രെയിൻ എനർജി എന്ന 2 ഇക്വേഷൻ ഉണ്ട്. അതൊരു വേറൊരു തരം തിയറീസ് ഓഫ് ഫെയിലിയറിലെ പാർട്ടാണ്. പക്ഷേ നമ്മളത് ഉപയോഗിക്കാറില്ല, കാരണം അത് ഒരു പെർട്ടിക്കുലർ കേസിൽ മാത്രമേ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ.